വളരെ ചെറിയ പൈസക്ക് ഒരു ഷോറൂം എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ആരെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓലൊരു പേടി എന്താ, ഒരു ഷോറൂം സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പൈസ ആവും. മക്കളെ, ചെറിയ പൈസക്കും എങ്ങനെയാ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മളെ ഷോപ്പ് സെറ്റ് ചെയ്ത രീതി ഞാൻ കാണിച്ചു തരാം. വളരെ ചെറിയ പൈസ പറഞ്ഞാൽ നിങ്ങൾ കണ്ടു നോക്കി വന്നാൽ നിങ്ങൾക്ക് കാണുകയും ചെയ്യട്ടെ. ഞാൻ എല്ലാം പറഞ്ഞു തരും. കാരണം എന്താ, ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. ഇതിലിപ്പോൾ നമ്മൾ ആകെ ചെയ്തത് എന്താണ്, ഒന്ന് പെയിന്റ് ചെയ്തു, വൃത്തിയുള്ള ഒരു ലൈറ്റ് പെയിന്റ് യൂസ് ചെയ്യാം. പകരം ഞാൻ 4 ട്യൂബ് കൊടുത്തു, അതിനൊരു ചെറിയ ലൈറ്റും കൊടുത്തു. അത്രേ ഞാൻ ചെയ്തുള്ളൂ. പിന്നെ നമ്മൾ ചെയ്തെന്താ, ചുമരിലേക്ക് ഇതേപോലെ നമ്മളെ ഫർണിച്ചറിന്റെ പരിപാടി, ഇതിന്റെ വേസ്റ്റ് കിട്ടും. പല ഫർണിച്ചർ ഉണ്ടാക്കുന്ന യൂട്യൂബ് പോയാൽ വേസ്റ്റ് കിട്ടും. അത് ഇതേപോലെ ക്ലാമ്പ് ചെയ്ത് വെച്ചു. ഇതിന് നമുക്ക് ആകെ ആയത് 5000 രൂപ. ഇത് നമ്മൾ സെക്കൻഡ് സാധനം വാങ്ങിയത്. നമുക്കത് മതി. കാരണം അത് ഒരു സ്റ്റിക്കറൊക്കെ ചെയ്തപ്പോൾ പുതുപുത്തനായി. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആയത് 10-12,000 രൂപ ആകെ വന്നിട്ടില്ല. പെയിന്റിങ്സ്, ഇത് ബോർഡ്, ലൈറ്റ്സിങ്, സെറ്റിങ്, ഫാൻ അടക്കം 12,000 രൂപ എനിക്ക് വന്നുള്ളൂ മൊത്തം സെറ്റ് ചെയ്യാൻ. ഒരു ആർക്കിടെക്ട്, ഒരു എഞ്ചിനീയർ അടുത്ത് പോയാൽ പറയും ഓരുടെ ഡിസൈൻ ചാർജ് പറയും ഈ പൈസ. നിങ്ങൾ ഇതൊന്നും കൊടുക്കണ്ട, ചെറിയ പൈസക്ക് ചെയ്യുക മക്കളെ. ഇതിന് വലിയ ഐഡിയ ഒന്നും വേണ്ട. നിങ്ങൾ ഇന്നെ വിളിക്കുക അല്ലെങ്കിൽ ഇന്നെ മെസ്സേജ് അയക്കുക. അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരിക, വന്നിട്ട് കണ്ട് പഠിച്ചു പോവുക, രക്ഷപ്പെടുക. നിങ്ങൾ രക്ഷപ്പെടണം. കാരണം മാഷാ അല്ലാഹ് എല്ലാവരും രക്ഷപ്പെട്ട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമ്പോൾ വലിയ ഹൈറാണ്. ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്നത്, ഓർക്ക് ഒരുപാട് ഉപകാരപ്പെടട്ടെ. കാരണം എന്താ നാട്ടിൽ ചെയ്യുക, നാട്ടിൽ പോയാൽ എന്ന ചിന്തയാണ് ഉള്ളിൽ. കാരണം ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമം അനുഭവിച്ചുകൊണ്ട് എനിക്ക് ഓലെ വിഷമം മനസ്സിലാവും. മാക്സിമം പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ കുടുംബത്തിലോ ഫാമിലിയിലോ ഒക്കെ ഉള്ളവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നാട്ടിൽ സെറ്റിൽ ആകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊന്ന് കാണിച്ചു തന്നു, ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്. ഇനി അതിൻ്റെ ഒരു രൂപം വരാണ്ട്, കാരണം അത് എങ്ങനെ സെറ്റ് ചെയ്ത രീതി, അത് എങ്ങനെ ബിസിനസ് ആകുന്ന രീതി, അതുപോലെ തന്നെ വേറെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ തുടങ്ങാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആരും പറഞ്ഞു തരില്ല. ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. ഞാൻ നശിച്ചു പോകുന്നു വിചാരിക്കും. എൻ്റെ ഐഡിയ പറഞ്ഞാൽ ഞാൻ നശിക്കല്ലേ, ഞാൻ വളരെയാ ചെയ്യാമെന്ന് മനസ്സിലാക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ ഞാൻ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ, എൻ്റെ അറിവ് വർദ്ധിക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് മാക്സിമം സപ്പോർട്ട് ചെയ്യി, കൂടെ കൂടിക്കോളി. നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു. വെറുതെ ഞാൻ കണ്ടോര് പറയുന്ന മാതിരി എന്തെങ്കിലുമൊക്കെ പറയൂല. നിങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു. ഞാൻ വെറുതെ എൻ്റെ ഫോളോവർ കൂടാൻ വേണ്ടി പറയില്ല, സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് മാക്സിമം സപ്പോർട്ട് ചെയ്യി, കൂടെ കൂടി.